ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം കോട്ടയം മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകൾ കോട്ടയത്ത് നിന്ന് കാണാം. അതിനുശേഷം കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് ടുഡേയിൽ ബിനിൽ പോത്തൻ ബാബു എത്തും. നമസ്കാരം. ഇന്ന് ഏപ്രിൽ മാസം 18-ാം തീയതി മേടമാസം 5 വ്യാഴാഴ്ച സൂപ്പർ തേഴ്സ്ഡേ. നമ്മൾ നിൽക്കുന്നത് കോട്ടയം നഗരിയിലാണ്. നമുക്കൊപ്പം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. പൂരം നടക്കുന്നത് തൃശ്ശൂരാണെങ്കിലും തെരഞ്ഞെടുപ്പ് പൂരം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കോട്ടയം കൂടിയാണ്. അങ്ങ് പൂരം നക്ഷത്രക്കാരനാണ് അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് പൂരം വളരെ പ്രധാനപ്പെട്ടതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ച്. നല്ല ചായ ഇട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കൊടി ഉയർത്താത്ത വിഷയം വലിയ രീതിയിലൊരു പ്രചരണ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു. അത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാക്കും? ഇല്ല. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്. ആ ദേശീയ നേതാവിനെ എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിലൊന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്കാണ്. 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. അദ്ദേഹം ജനങ്ങളുടെ നേതാവാണ്. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, മാണിക്ക കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ, മുറ്റത്തെ ചെറിയ രത്നം പറിക്കാൻ സ്മരണികളെ ഒരു അനക്കെടുപ്പത് പൊന്നുണ്ടേ. ഞാനും ജാക്കിയും ഇപ്പോൾ ഉള്ളത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കോട്ടയം നഗരത്തിലുള്ള കൊടിമത എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊടിമതയിൽ നമ്മളിപ്പോൾ ഉള്ളത് പച്ചക്കറി മാർക്കറ്റിലാണ്. മൊത്തത്തിൽ എങ്ങനെ മണ്ഡലത്തിൽ സാധ്യത സ്റ്റക്കാണോ? ഫ്രാൻസിസ് ജോർജിന് സാധ്യതയുണ്ട്. ഒരു അടിയൊഴുക്കുണ്ടോ? ഒരു ഒഴുക്കുമില്ല. അപ്പൊ രണ്ടിലെ ഇത്തവണ തളിർക്കൂല. വാടി താഴെ പോകും. എങ്ങനെ മണ്ഡലത്തിലേക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം? മണ്ഡലത്തിൽ 100% ഫണ്ട് വിനിയോഗിച്ച തോമസ് ചാഴിക്കാടന് തന്നെയാണ് വീണ്ടും അവസരം. കേന്ദ്രത്തിൽ ഏത് സർക്കാർ വരണം എന്ന ചേട്ടന്റെ ആഗ്രഹം? നരേന്ദ്രമോദി അധികാരത്തിൽ തുടരണമെന്ന അഭിപ്രായമുണ്ടോ? ഇല്ല. പച്ചക്കറി ഇവിടെ നിന്നാണോ എടുത്തിട്ട് പോകുന്നത്? എങ്ങനെയുണ്ട് പച്ചക്കറി കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ആൾക്കാർ വരുന്നുണ്ടോ സാധനം വാങ്ങാൻ? എന്താ എടുക്കുന്നതിന്റെ കാശ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അവിടെ പച്ചക്കറി മാർക്കറ്റിൽ ഇങ്ങനെ നിന്നപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ വന്ന് ഇലയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ രണ്ടില നോക്കിയാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് സജി മഞ്ഞക്കടമ്പിലെ കണ്ടുവരാം. നമ്മുടെ പ്രിയപ്പെട്ട സജിയാണ്. സജിയെ കാണുമ്പോൾ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള വൈബായിട്ടോ. എപ്പോഴും ആ മുഖത്തെ ചിരി അതേപടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ചിരി മായേണ്ട സാഹചര്യം ഇല്ലല്ലോ. സാഹചര്യമില്ല. തോമസ് ചാഴികാടൻ മുൻ എം പി, അലിപ്പുറത്തെ എം പി ആണ്. ആ നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് ആർക്കും അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസമില്ല. വലിയ പോസിറ്റീവ് ഉണ്ടെന്ന് ഞാൻ പറയാം. പക്ഷേ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ വളരെ വ്യക്തമാണ് സജി മഞ്ഞക്കടമ്പലിന്റെ നിലപാടുകൾ. താങ്ക്സ് അലോട്ട് സജി. നമുക്കിനി മറ്റു ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. അതിനു മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കണം. ആ പാട്ടുകാരെ ഞാനൊന്ന് വിളിക്കാം. അൽമിയ ബഷീർ. ഞങ്ങളുടെ അവിടെ ഒരു പാട്ടുകാരിയുണ്ട്, സ്മൃതി പരുത്തിക്കാട് എന്ന പേര്. അദ്ദേഹം വാർത്ത വായിക്കുന്നതോടൊപ്പം പാട്ട് പാടുകയും ചെയ്യും. 1 2 3 സ്റ്റാർട്ട്. താങ്ക് യു അൽമിയ. നാളെ രാവിലെ നമുക്ക് തൃശ്ശൂർ പൂരനഗരിയിൽ വെച്ച് കണ്ടുമുട്ടാം.